നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ എന്നും ചർച്ചാ വിഷയമാണ് കൃഷ്ണകുമാർ കുടുംബം. പലർക്കും വളരെ ഇഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു ഇവരെല്ലാം. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താരകുടുംബത്തിന് നേരിടേണ്ടി വരുന്നത് തുടരെ വിമർശനങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അശ്വിന്റെ കുടുംബത്തെക്കുറിച്ച് ദിയ നടത്തിയ പരാമർശങ്ങളും വലിയ വിവാദങ്ങൾക്ക് കാരണമായി. ഭർത്താവിന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് ദിയ പറഞ്ഞതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പിന്നാലെ നിരവധി സൈബർ ആക്രമണങ്ങളും ദിയ നേരിട്ടിരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരോട് വലിയ എതിർപ്പ് ദിയയ്ക്കുള്ളതായി തോന്നുന്നു എന്നാണ് നെറ്റിസൻസിന്റെ വാദം. അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിക്കില്ല എന്നും വഴിയിൽ നിൽക്കുന്നവരെയൊന്നും അമ്മയെന്നും അച്ഛനെന്നും വിളിക്കാൻ പറ്റില്ലെന്നും ദിയ പറഞ്ഞതുണ്ടാക്കിയ വിവാദം അവസാനിച്ചിട്ടേയുള്ളൂ. അപ്പോഴേക്കും അടുത്ത ചർച്ചയ്ക്കുള്ള വകയുണ്ടാക്കിയിരിക്കുകയാണ് ദിയ കൃഷ്ണ. ഇൻസ്റ്റഗ്രാമിൽ ഭർത്തൃമാതാവിനെ വിമർശിക്കുന്ന ഒരു റീല് വന്നു. ഈ റീലിന് ദിയ കൃഷ്ണ ലൈക്ക് ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട റെഡിറ്റ് യൂസേഴ്സ് വിഷയം ചർച്ചയാക്കുകയാണിപ്പോൾ. അശ്വിന്റെ അമ്മയുമായി ഒത്തുപോകാൻ ദിയയ്ക്ക് പറ്റുന്നില്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞുവെന്ന് പലരും പറയുന്നു. എന്നാൽ ദിയയ്ക്ക് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം പാചകം ചെയ്ത് അയക്കുന്നത് പോലും അശ്വിന്റെ അമ്മയാണ്. ദിയയ്ക്കൊപ്പമല്ല ഇവർ താമസിക്കുന്നതും. വല്ലപ്പോഴുമേ കാണാൻ വരാറുള്ളൂ. എന്നിട്ടും എന്തിനാണ് ഇത്രയും ദേഷ്യം അശ്വിന്റെ അമ്മയോട് ദിയ കാണിക്കുന്നത് എന്നാണ് പലരുടെയും ചോദ്യം. അമ്മായിയമ്മയുമായി എനിക്ക് പ്രശ്നങ്ങൾ ഉള്ളതിനാൽ എനിക്ക് വരുന്ന റീലുകൾ ഭർത്താവിന്റെ അമ്മയെ വിമർശിക്കുന്നതാണ്. ഇവയിൽ പലതിനും ദിയ കൃഷ്ണ ലൈക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഭർത്താവിന്റെ അമ്മ വിക്ടിം കാർഡ് എടുക്കുന്ന റീലുകൾക്ക് എന്ന ഒരു നെറ്റിസൻസ് കമന്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ പുറമേക്ക് കാണുന്നത് പോലെ അല്ലെങ്കിലോ സാഹചര്യമെന്ന ചോദ്യവുമുണ്ട്. അമ്മായിയമ്മയോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാനാകാത്തതിന്റെ ദേഷ്യമായിരിക്കാം ദിയ കാണിക്കുന്നത് എന്ന വാദവുമുണ്ട്. ഞാൻ അശ്വിന്റെ അമ്മ ആന്റി എന്ന് വിളിക്കുന്നതിൽ ആന്റിക്ക് ഒരു കുഴപ്പവുമില്ല. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ സിന്ധു കൃഷ്ണയുണ്ട്. അവരെ അല്ലാതെ വഴിയിൽ നിൽക്കുന്നവരെ ഒന്നും എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറും അമ്മ സിന്ധു കൃഷ്ണയുമാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി. അശ്വിൻ ഒരിക്കലും എന്റെ അമ്മയെയും അച്ഛനെയും അങ്ങനെ വിളിക്കില്ല. ആന്റി, അങ്കിൾ എന്നാണ് വിളിക്കാറ്. അല്ലാതെ വിളിച്ചാൽ തനിക്ക് ഭ്രാന്താണോ എന്ന് ഞാൻ ചോദിക്കും. അശ്വിൻ അങ്ങനെ വിളിക്കുന്നതിനെ കുറിച്ച് ഇന്നേ വരെ ആരും വിളിച്ചിട്ടില്ല. നാളെ ഓമി കല്യാണം കഴിച്ച് ഭാര്യയുടെ അമ്മയെന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആകും. എനിക്ക് അവൻ എന്നെ മാത്രം അമ്മയെന്ന് വിളിച്ചാൽ മതിയെന്നും ദിയ കൃഷ്ണ പറഞ്ഞിരുന്നു. അശ്വിൻ ഗണേഷിന്റെ വീട്ടുകാർക്ക് ദിയ യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല, കുഞ്ഞിനെ അശ്വിന്റെ വീട്ടുകാരെ കാണിക്കുന്നില്ല എന്നൊക്കെ ഏറെ നാളായി വ്യൂവേഴ്സിന് പരാതിയുണ്ട്. ഞാനും എന്റെ വീട്ടുകാരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. പക്ഷേ അശ്വിന്റെ വീട്ടിൽ ആരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. അച്ഛനും അമ്മയും സോഷ്യൽ മീഡിയയിലേ ഇല്ല. അവർക്ക് അവരുടേതായ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഞാനും എന്റെ ഫാമിലിയും വർഷങ്ങളായി മീഡിയയിലുള്ളവരാണ്. നമ്മൾ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണിക്കും. അശ്വിന്റെ വീട്ടിൽ പോകുമ്പോഴോ അവരുടെ കൂടെ എവിടെയെങ്കിലും പോകുമ്പോഴോ നമ്മളായി വ്ലോഗ് എടുത്തില്ലെങ്കിൽ അതാരും അറിയില്ല എന്നാണ് ഇതേക്കുറിച്ച് ദിയ കൃഷ്ണ പറഞ്ഞത്. അതേസമയം വിവാദ പരാമർശത്തിന് ശേഷം ദിയ കൃഷ്ണയുടെ ജനപ്രീതി കുത്തനെ ഇടിയുകയാണ്. മുൻപും ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രയും ശക്തമായ ഒരു എതിർപ്പ് ആദ്യമായിട്ടാണ് ദിയ നേരിടുന്നത്. എന്നാൽ വിട്ടുകൊടുക്കാൻ ദിയ തയ്യാറാകുന്നതുമില്ല. താൻ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടില്ല എന്നും മൂന്നാംകിട മീഡിയകളിലെ വീഡിയോ കണ്ട് തന്നെ വിലയിരുത്തുന്നവരെ താൻ കാര്യമാക്കുന്നില്ല എന്നും ദിയ കൃഷ്ണ പറഞ്ഞിരുന്നു. എന്നാൽ ദിയ വാശി കാണിച്ചപ്പോൾ അതിലേറെ വാശി വ്യൂവേഴ്സും കാണിച്ചു. തുടരെ വീഡിയോകളിട്ട് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ദിയ ശ്രമിച്ചിട്ടും നടന്നില്ല. കൂട്ടമായി ദിയയുടെ യൂട്യൂബ് ചാനൽ ആളുകൾ അൺസബ്സ്ക്രൈബ് ചെയ്തു. കണക്കുകൾ നോക്കിയാൽ 20,000 പേർ ഇതിനോടകം തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. വലിയ കൊഴിഞ്ഞുപോക്കാണിത്. 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ദിയയ്ക്ക് മുൻപെങ്കിൽ ഇന്ന് 1.48 എത്തിയിരിക്കുകയാണ്. പഴയതുപോലെ വ്യൂസുമില്ല. വലിയ ഇടവേളയില്ലാതെ തുടരെ വീഡിയോകൾ പങ്കുവച്ചിട്ടും ഫലമില്ല. വ്ലോഗിന് വരുന്നതിൽ ഭൂരിഭാഗവും നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ ബ്ലോക്ക് ചെയ്യുമെന്ന് ഇതിനിടെ ദിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ വലിയ കുറവ് വ്യൂവേഴ്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അത്രയധികം നെഗറ്റീവ് കമന്റുകളുണ്ട്. ഹേറ്റ് ക്യാമ്പയിൻ ദിയയെ മാത്രമല്ല കുടുംബാംഗങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലേക്കും വരുന്നുണ്ട്. വിഷയത്തിൽ ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണയോ സഹോദരിമാരോ ഇടപെടാൻ സാധ്യതയില്ല. കാരണം ഇവർ അവരുടേതായ വിഷയങ്ങളിൽ ഹേറ്റ് കമന്റുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഡാമേജ് കൺട്രോളിനായി ദിയയുടെ പിതാവ് കൃഷ്ണകുമാർ പതിവ് രീതിയിലുള്ള ഉപദേശവാക്കുകളുമായി വന്നേക്കാം. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ നേരിടാൻ ഇത് മതിയാകുമോ എന്ന് സംശയമാണ്. അശ്വിന്റെ അമ്മ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സംസാരിച്ചാൽ ഒരുപക്ഷെ പ്രശ്നത്തിന് അയവുണ്ടാകും. എന്നാൽ ഇവരിതിന് തയ്യാറാകുമോ എന്ന് വ്യക്തമല്ല.
അതേസമയം സോഷ്യൽ മീഡിയയിലെ വിവാദങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കെട്ടടങ്ങാറുണ്ട്. കുറച്ചു നാളുകൾ കഴിഞ്ഞ് ദിയ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു കണ്ടന്റുമായി എത്തിയാൽ പലരും എല്ലാം മറന്ന് ദിയയെ വീണ്ടും സ്വീകരിക്കും. എന്നാൽ സോഷ്യൽ മീഡിയയിൽ സ്വന്തം ജീവിതം തുറന്നു കാണിക്കുന്നത് ദിയ ഇനിയും നിർത്താനും സാധ്യതയുണ്ട്. കാരണം ദിയ എന്ത് പറഞ്ഞാലും അതിൽ പ്രശ്നം കാണുന്നവരുണ്ട്. തന്റെ തുറന്നടിച്ചുള്ള സംസാര രീതി മാറ്റാൻ ദിയ കൃഷ്ണ തയ്യാറുമല്ല. കുഞ്ഞ് ജനിച്ച ശേഷം പലപ്പോഴായി ദിയ വിവാദങ്ങളിൽപ്പെട്ടു. പേളിമാണി ഉൾപ്പെടെയുള്ളവരുടെ ഫാമിലി കണ്ടന്റുകൾ കണ്ട് പരിചിതമായവർക്ക് ദിയയുടെ രീതികൾ ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. അതേസമയം ദിയയുടെ സംസാര രീതിയിലും ആളുകളോടുള്ള മനോഭാവത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും ആളുകളുടെ വിമർശനത്തിൽ കഴമ്പുണ്ടെന്നുമാണ് ഭൂരിഭാഗം അഭിപ്രായങ്ങളും. കടുത്ത വിമർശനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ദിയയുടെ കമന്റ് ബോക്സ്. എന്നാൽ ഒരു വിഭാഗം പറയുന്നത് ചെറുപ്പം മുതലേയുള്ള ഇൻസെക്യൂരിറ്റി കാരണമാണ് ദിയ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ്. ഞാൻ ആ കുടുംബത്തിൽ നിൽക്കുമ്പോഴും എല്ലാവരും പറഞ്ഞത് ആ കൊച്ചിന് മാത്രം എന്തോ എവിടെയോ ഒരു അപാകതയില്ലേ എന്നാണ്. ആ കൊച്ചു മാത്രം ഈ വീട്ടിലുള്ളതാണോ എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങളെന്നാണ് ദിയ ഒരിക്കൽ പറഞ്ഞത്. സഹോദരിമാരുമായി എപ്പോഴും ദിയയ്ക്ക് താരതമ്യം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം ദിയയെ മാനസികമായി ബാധിച്ചിരിക്കാമെന്നും ഇൻസെക്യൂരിറ്റി കാരണമായിരിക്കാം എന്നും റെഡിറ്റിൽ അഭിപ്രായങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ ഇക്കാര്യത്തിൽ കൂടുതൽ വിമർശിക്കുന്നത് സിന്ധു കൃഷ്ണയെയാണ്. മക്കളിൽ പ്രിയപ്പെട്ടവരുണ്ടാകുന്നത് കുട്ടിക്കാലത്ത് മറ്റു മക്കളെ ബാധിക്കും. സിന്ധു കൃഷ്ണ എപ്പോഴും അഹാന കൃഷ്ണയ്ക്കാണ് മുൻഗണന കൊടുക്കാറുണ്ടെന്ന് തോന്നാറുണ്ടെന്നും പലപ്പോഴും കമന്റുകൾ വന്നിട്ടുണ്ട്. പഠനത്തിൽ സഹോദരിമാരെക്കാൾ പിന്നിലായിരുന്നു ദിയ. ഈ താരതമ്യങ്ങളും ബാധിച്ചിരിക്കാമെന്നും അഭിപ്രായമുണ്ട്. കുടുംബവും ബിസിനസ്സും ചേർന്ന തിരക്കുകൾ ഉണ്ടായിട്ടും ദിയ സമൂഹ മാധ്യമങ്ങളിൽ തന്റെ ബ്രാൻഡിനെ സജീവമാക്കി നിർത്താൻ ശ്രദ്ധിക്കാറുണ്ട്. ദിയ നടത്തിവരുന്ന ഓബയോസി എന്ന സ്ഥാപനം പ്രീമിയം ഫാൻസി ജുവലറി ആഭരണങ്ങളുടെ വിൽപ്പനയിൽ ശ്രദ്ധിക്കുന്നു. ഇടയ്ക്കിടെ ഇവിടെ സാരികളുടെ ശേഖരവും ദിയ കൃഷ്ണ ഉൾപ്പെടുത്താറുണ്ട്. നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്ന സംരംഭകയാണ് ദിയ. സ്വന്തം നിലയിൽ പണം സമാഹരിച്ചുകൊണ്ടാണ് ദിയ ഇങ്ങനെ ഒരു ബിസിനസ് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ആരംഭിച്ചത്. ഒപ്പം സഹായത്തിനായി ഭർത്താവ് അശ്വിൻ ഗണേഷും ഉണ്ടാകാറുണ്ട്. IT മേഖലയിൽ തൊഴിലെടുക്കുന്ന യുവാവായിരിക്കെയാണ് അശ്വിൻ ഗണേഷ് ദിയയുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത്. തീർത്തും ഇടത്തരക്കാരായ തമിഴ് പശ്ചാത്തലമുള്ള കുടുംബത്തിലെ അംഗമാണ് അശ്വിൻ ഗണേഷ്. അശ്വിന്റെ പിതാവ് ഗണേഷും അമ്മ മീനാക്ഷിയും സഹോദരനും സഹോദര ഭാര്യയും അവരുടെ മകളും ചേരുന്നതാണ് അശ്വിൻ ഗണേഷിന്റെ കുടുംബം. ദിയയുടെ സെലിബ്രിറ്റി കുടുംബവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർ ക്യാമറയുടെ മുന്നിൽ പോലും വരാതെ മാറി നിൽക്കുന്ന സ്വഭാവക്കാരാണ്. ദിയയെ ഇരുകയും നീട്ടി സ്വീകരിച്ച കുടുംബമാണ് ഇവരുടേത്. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.